ഇപ്പൊ ഈസിയാ, നാളെ പോണോ നാളെ പോവാം അത്രേ ഉള്ള ബുദ്ധിമുട്ട്. അല്ല അങ്ങനെയല്ല, ഞാനൊരു പ്രാസം പറഞ്ഞതാ. അമ്മ റെഡിയായി നാളെ പോവാൻ. എനിക്ക് തോന്നുന്നു ഞാനൊരു ചുമ്മാ ഒരു ഐസ് ബ്രേക്ക് ചെയ്യണ പോലെ ഒരു നുണ പറഞ്ഞു തുടങ്ങിയ യാത്രയാണ്. അമ്മയ്ക്കിപ്പോ ഈ ചെറിയ ഊട്ടി മൂന്നാർ ഇതൊന്നും ഒരു യാത്രയെ കൂട്ടണില്ല ആള്. അമ്മയ്ക്ക് വലുത് ഈ നോർത്ത് ഇന്ത്യ ഒന്നെങ്കിൽ ഹിമാലയം വേണം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ പോകണം. എന്താ പറയാ, ഞാൻ പറയാം കംബോഡിയയിലെ ആ ക്ഷേത്രം എനിക്കൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം. ഇന്നുവരെ പോയിട്ടില്ല കേട്ടോ. ഒരു താക്കീതാണ്, ഇതൊരു സൂചന കൂടിയാണ്. ബൈക്ക് ഇങ്ങനെ ബുള്ളറ്റ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോ ആ മിററിൽ നോക്കുമ്പോ അമ്മ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടി ഹിന്ദി സിനിമയിലെ പോലെ ഷീസ് കമ്മിങ് ഡൗൺ ടു 18 അല്ലെങ്കിൽ 16 എന്ന് പറയില്ലേ. എനിക്കൊരൊറ്റ പെർസ്പെക്റ്റീവ് ഉള്ളൂ, എനിക്കിങ്ങനെ ചിരിക്കണ കാണണം. നമസ്കാരം. യാത്രയെ സ്നേഹിക്കുന്ന 2 പേരാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ടുള്ളത്. ശരത്തും ശരത്തിന്റെ അമ്മയും ഗീതമ്മ. സ്വാഗതം 2 പേർക്കും. നമസ്കാരം. യാത്രയെ കുറിച്ചാണ് നമ്മൾ പറയാൻ തുടങ്ങുന്നത്. യാത്ര പുസ്തകമായിട്ടുണ്ട്, പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് യാത്രയിൽ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ശരത്തിന്റെ യാത്ര എപ്പോഴും വ്യത്യസ്തമാവുന്നത്? ശരത്തിന്റെ കൂടെ എല്ലാ യാത്രയിലും ഞങ്ങളൊക്കെ കാണാറുണ്ട്, അമ്മ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. അമ്മ ആദ്യം മുതൽ ഒരു യാത്രാ സ്നേഹിയായിരുന്നോ അതോ ശരത്തിലൂടെ ഒരു യാത്രാ സ്നേഹിയായതാണോ? അയ്യോ, ഞാൻ ജനിക്കണേക്കാൾ മുമ്പ് അമ്മ യാത്രാ സ്നേഹിയ. അമ്മ ആദ്യം മുതലേ ഇങ്ങനെ യാത്ര ചെയ്യാറുണ്ട്? അച്ഛൻ കുറേ സ്ഥലങ്ങളിൽ മുമ്പ് അമ്മയുടെ കൈ പിടിച്ച ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ ദൂരെ എന്ന് പറയാൻ ഞങ്ങൾക്ക് കൊച്ചിയോ കോയമ്പത്തൂരോ കോഴിക്കോട് അങ്ങനെ കുറച്ച്. എന്നാലും ഞാൻ അധികം യാത്ര ചെയ്ത സൂര്യനോട് സങ്കടം പറഞ്ഞിട്ടോ, അവർക്കൊക്കെ എത്ര സ്ഥലം പോയി കാണുന്നു, ഞാൻ മാത്രം ഒന്നും കാണുന്നില്ല. ആ ഒരു ഭാഗ്യം മുഴുവൻ എനിക്ക് തന്നു ഇപ്പോൾ ശരത്തം. ഞാൻ പൂർണ്ണ തൃപ്തിയാണ്. ഇത്ര യാത്ര ചെയ്യാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും പറ്റാത്ത കാര്യമാണ് നടന്നത്. ഇനി ഒന്നും വേണ്ട, ഞാൻ തൃപ്തി. എനിക്ക് ആ കാര്യത്തിൽ ശരത്തിനോട് ഭയങ്കര റെസ്പെക്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം അങ്ങേയറ്റം ബഹുമാനത്തെ തന്നെ ചെയ്യുന്നത്. പല ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും അമ്മയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, പലപ്പോഴും അത് നടക്കാറില്ല. വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളൂ. പക്ഷേ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയാണ്? ഇത് ശരത്തിന് ഇതൊരു പാഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയോ അങ്ങനെ സംഭവിച്ചു പോയതാ. എനിക്കറിയായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പോകണം. അമ്മ നമ്മുടെ ടിപ്പിക്കൽ നമ്മുടെ ഏജിലുള്ള ആൾക്കാരുടെയൊക്കെ അമ്മമാര് ശ്രദ്ധിച്ചറിയാം, വീട്, അടുക്കള, ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, റിലേറ്റീവ് കമ്മിറ്റ്മെന്റ്സ്, പട്ടി പൂച്ച കോഴി സാധനങ്ങളിലൊക്കെ പിന്നാലെ നടന്ന് അവര് ആക്ച്വലി ജീവിക്കാൻ മറന്നുപോയി. എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ അവർക്കായി എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു സ്റ്റേജ് അവർ മറന്നുപോയി. ഇന്നത്തെ നമ്മുടെ താഴെയുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ അതിലെ അമ്മമാർക്കൊന്നും ആ ഒരു ഡിഫിക്കൽട്ടി ഇല്ല. ഇന്നിപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഈ 30s 40s മോംസിനൊരു യാത്ര പോകാന്ന് പറഞ്ഞാൽ വെരി സിമ്പിൾ, ഇങ്ങനെ പോകാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഒരു 60s അല്ലെങ്കിൽ 70s എത്തുന്ന അമ്മമാർക്ക് അന്നത്തെ കാലത്ത് അതൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനെ എനിക്ക് തോന്നുന്നു ഞാനൊരു ചുമ്മാ ഒരു ഐസ് ബ്രേക്ക് ചെയ്യണ പോലെ ഒരു നുണ പറഞ്ഞു തുടങ്ങിയ യാത്രയാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്, എങ്ങനെയാണ് മുംബൈ അങ്ങനെയാണ് ആ യാത്ര തുടങ്ങിയത്. പക്ഷെ എന്നാലും അത് ഇപ്പം ശരത്തിന്റെ പുസ്തകം ഈയിടെയാണ് ഇറങ്ങിയത്. അത് വായിച്ച ആളുകൾ ഉണ്ടാവും, അതല്ലാത്ത ആളുകൾക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. അമ്മയോടൊപ്പമുള്ള യാത്രയുടെ തുടക്കം, അത് ഞാനത് വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഞാൻ ഇൻസ്പയർഡ് ആയി എന്ന് തന്നെ പറയാം. അതുപോലെ ഞാൻ ഇപ്പം ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത്തവണ എന്തായാലും വീട്ടിൽ പോയി അമ്മയും കുട്ടി എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ പുസ്തകം വായിച്ചതിന് ശേഷമുള്ള 2ാമത്തെ ആളാണ്. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ അതിൽ ഞാൻ വായിച്ചപ്പോ ചില ഘട്ടങ്ങളിലൊക്കെ എന്റെ കണ്ണൊക്കെ നിറഞ്ഞുപോയി. ഞാനിങ്ങനെ ചിന്തിച്ചു, ഈശ്വര എന്റെ അമ്മയ്ക്കും ഇതേ ഫീലിങ്സ് ആയിരിക്കില്ലേ, ഞാൻ കൊണ്ടുപോകാറില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഒരു പയ്യനൊരു മെയിൽ അയച്ചു. അവന്റെ മെയിൽ ഇങ്ങനെയാ: എന്ന ഈ പുസ്തകം വായിച്ച് തീരുന്നിടത്തുനിന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ അമ്മയും കൊണ്ടൊരു യാത്ര പോവാണെന്നുള്ളത്. എനിക്കിനിപ്പോൾ ഈ ബുക്ക് വിറ്റുപോയില്ലെങ്കിലും ഈ ബുക്ക് ആരുടെ അടുത്ത് എത്തിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ ഐ എം ദ ഹാപ്പിയസ്റ്റ്. എനിക്കിപ്പോൾ നമ്മൾ പറയില്ലേ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റുപോയി, ഒന്നും വേണ്ട. കാരണം എനിക്ക് ആ പയ്യൻ്റെ ആ വാക്കുകൾ ഇസ് മച്ച് മോർ ഇനഫ്. അവനതിങ്ങനെ ഉള്ളി തട്ടി, ഈ പറഞ്ഞ പോലെ കണ്ണ് അറിഞ്ഞോ അറിയാതോ ഒന്ന് അറിഞ്ഞുപോയി. എന്ന ഈ പുസ്തകം വായിച്ച് തീരുന്നിടത്തുനിന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ അമ്മയും കൊണ്ട് ഞാനൊരു യാത്ര പോകാന്ന്.
മതി. രണ്ടാമത്തെ ആളെന്ന് അതുകൊണ്ടാ പറഞ്ഞേ. അല്ല അതൊരു ഇതാണ്. എനിക്ക് ഇപ്പൊ പറയുന്ന ആളുകളായാലും ഇപ്പൊ എന്റെ സുഹൃത്തുക്കളാലൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊരു ഭയങ്കര ഒരു മോട്ടിവേഷൻ ആണ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യമാണ്, പക്ഷെ അത് പറ്റാറില്ല, അല്ലെങ്കിൽ എക്സ്ക്യൂസ് ആണ്, അല്ലെങ്കിൽ ചില അമ്മമാർ ആ ടേക്കിന് നിൽക്കില്ല. അല്ലെങ്കിൽ ഈവൺ എൻ്റെ അമ്മയും അങ്ങനെയായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലേല് പോകുമ്പോൾ വിളിക്കുമ്പോൾ അമ്മ പറയും, വേണ്ട നിങ്ങൾ പൊക്കോ, നിങ്ങൾ ഫ്രണ്ട്സായി പൊക്കോ, നിങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ അവരവരുടെ ആഘോഷം പിന്നാക്കം വെക്കുക, അവരവരുടെ സെലിബ്രേഷൻ നമുക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുക. പിന്നെ 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 ഞാനിത് എന്നും വിളിക്കുമ്പോൾ വരാണ്ടേ. അപ്പൊ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ അമ്മമാരും അങ്ങനെ തന്നെയാ, വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് പോട്ടെ, നമ്മൾ ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ പിന്നാക്കം നിൽക്കുന്നത്. എന്നാലും എങ്ങനെ അമ്മയും കുട്ടി അന്ന് മുംബൈയിലേക്ക് എത്തിയത്? പറഞ്ഞതാ. അമ്മയ്ക്ക് അറിയായിരുന്നോ ഇത്രയും വലിയൊരു യാത്രയുടെ തുടക്കമാണ് അത്? ഒരിക്കലും ഇല്ല. ആ ഒരു ബ്ലെസ്സിങ് ആണ് ബോംബെ എനിക്ക്. ഷിർദിസായുടെ ഇതാണോ എന്ന് എനിക്കറിയില്ല, അത് എന്റെ വടക്കുന്നാഥൻ തന്ന ഇതാണോ എന്ന് എനിക്കറിയില്ല. അത് ആക്ച്വലി ഞാനൊരു നുണ പറഞ്ഞു തന്നെ കൊണ്ടുപോയതാ. ചില നല്ല കാര്യങ്ങൾക്ക് ഒരു നുണ പറയുന്നത് നല്ലതാ. ശരത്തിന്റെ ഒക്കെ പ്രായത്തിലുള്ള ആളുകൾ ഇപ്പം നിങ്ങളുടെയൊക്കെ ഒരു കോളേജ് ഡേയ്സ് അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ ഒരു കാലഘട്ടം എന്നൊക്കെ പറയണത് ഒരുപാട് സൗഹൃദങ്ങള്, പോരാത്തന്നെ തൃശ്ശൂരാണ്, തൃശ്ശൂർ സൗഹൃദത്തിന് കുറച്ച് അധികം കൂടിയാണ്. അപ്പം ആ ഒരു സ്ഥലത്ത് എപ്പോഴും ഞാൻ കാണാറുള്ളത്, എന്റെ സുഹൃത്തുക്കളായാലൊക്കെ ഞാൻ കാണാറുള്ളത്, അവർക്കൊരു വലിയ ഗാങ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള സൗഹൃദ കൂട്ടങ്ങൾ ശരത്തിനും ഉണ്ടാവും. എന്റെ വീട് ചെറുതാ എന്റെ സൗഹൃദത്തിന്. ആ സൗഹൃദ കൂട്ടത്തിൽ നിന്ന് ഉള്ളൊരു യാത്ര സ്വാഭാവികമായിട്ട് അങ്ങനെ കുറെ യാത്രകൾ ചെയ്തിട്ടുണ്ടാവില്ലേ? ആ യാത്ര വേറൊരു തലത്തിലുള്ള യാത്രയാണ്, അമ്മയോടൊപ്പം പോകുന്ന വേറൊരു തലത്തിലുള്ള യാത്രയാണ്. ഇതിനെ രണ്ടിനെ എങ്ങനെയാണ് ശരത്ത് കമ്പയർ ചെയ്യുന്നത്? ഞാൻ ശ്രീകൃഷ്ണന് പഠിക്കുക, ബാലൻസിങ് മാനേജ്മെന്റ് വിദഗ്ധനുള്ള ആള്. എനിക്ക് ആകെ മാനേജ് ചെയ്യാൻ പറ്റാവുന്നത് ഇതൊക്കെയാ. എനിക്ക് ഫിനാൻസ് മാനേജ് ചെയ്യാൻ ഞാൻ മിടുക്കനല്ല, എനിക്ക് പെൺകുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ മിടുക്കനല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അത് കാരണം. പക്ഷെ ഫ്രണ്ട്സും ഈ പറഞ്ഞ പോലെ ഫാമിലിയും ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഈസിയാ. അത് കാരണം അതിങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടു. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പണ്ടും ഉണ്ട്. അതെപ്പോഴും ഞാനിങ്ങനെ പറയും, ഞാനൊരു ആക്സിസ് പോയിന്റാ. ഞാൻ എന്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരുന്നു, സ്കൂൾ തൊട്ട്. ഇപ്പൊ ഇതിൽ എഴുതിയുണ്ട് ഒരു ചാപ്റ്റർ മുഴുവൻ ഹരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഹരി തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹരി എന്റെ സ്കൂൾ ഡേയ്സ്, അവൻ ഒരു കാലം കഴിഞ്ഞപ്പോൾ അതങ്ങനെ പോയി. അത് കഴിഞ്ഞ് എന്റെ കോളേജ് ഡേയ്സ് ഫ്രണ്ട്സ് വന്നു, അവരും ഒരു കാലം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു, ബിസിനസ്സായി, അങ്ങനെ പോയി. അത് കഴിഞ്ഞ് എന്റെ ജൂനിയേഴ്സ് വന്ന് കയറി, അവരും അത് കഴിഞ്ഞ് പഠിപ്പ് എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് പോക്കും അങ്ങനെയായി പോയി. അത് കഴിഞ്ഞ് ഒരു ബന്ധമില്ലാത്ത എവിടെയോ കിടക്കണത് പോലെ കുറെ പേര് ഇപ്പോഴും ഉണ്ട്. ഇന്നും എൻ്റെ കയ്യിൽ ആ ഒരു സൗഹൃദങ്ങൾ ഇങ്ങനെ ഭയങ്കര വാല്യുബിളാണ്. എനിക്ക് റിലേഷൻഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കും. അതിന് കാശായി തൂക്കില്ല ഞാൻ, അത് പണമായി ബന്ധപ്പെടുത്തില്ല. അത് കാരണം എനിക്ക് എന്നും അങ്ങനെ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തു തരാൻ കാശ് വേണ്ടി വരും, എനിക്കത് വേണ്ടി വരില്ല. അത് ആ ബന്ധങ്ങളുടെ വാല്യൂ ആ. അത് ചിലപ്പോൾ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് അത് കുറവായിരിക്കും അല്ലേ, എന്നെല്ലാം കാശ് കൊടുക്കുക, മേടിക്കുക, അതിൽ തീർന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ആശയമാണ് എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നിയത് ഒരു കാര്യം. മറ്റേ ശരത്ത് യാത്ര പോകുന്നു, ഇപ്പൊ ഇഷ്ടംപോലെ ആളുകൾ യാത്ര പോകാറുണ്ട്, ഇപ്പൊ ഗ്രൂപ്പുകളായിട്ട് പോകുന്നുണ്ട് പല ആളുകൾ. ഇപ്പൊ ലേഡീസ് ഓൺലി ഗ്രൂപ്പുകളൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള കാലമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സ് മുതലുള്ള കുട്ടി മുതൽ 60, 70, 80 വയസ്സുള്ള ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന ഒരു വൈബിലല്ല അമ്മയുടെ യാത്ര. അമ്മ ഇങ്ങനെ ശരത്തിന്റെ കൂടെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ സൗഹൃദ വലയങ്ങൾ ശരത്തിനുള്ളത് കൊണ്ട് ആ ഗ്യാങ്ങിലുള്ള ആളുകളുമായിട്ട് എനിക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നുണ്ടാവുക. ആ കുട്ടികൾ മുഴുവൻ എൻ്റെ മക്കളാണ്. ആദ്യം മകളുടെ കുട്ടികളാണ് വന്നിരുന്നത്, അത് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ചേട്ടനുണ്ട്, അവൻ്റെ കുട്ടികളായിരുന്നു, അതും ഇത്രയില്ല. ഇവനായിപ്പോ ഒരു ലോകമാണ് കുട്ടികൾ മുഴുവൻ. ഫ്രണ്ട്സിന്റെ അവരെ ഞാൻ ആ അവരുടെ താഴെയാണ്. ഞാൻ അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ഹരി വീട്ടിലിരിക്കുന്ന നേരത്തെ എനിക്ക് ചിലപ്പോൾ തോന്നുന്നത് എന്റെ വീടല്ലേ, ഇതിന് എന്റെ അമ്മയാണോ? കാരണം ആള് കയറി ചെല്ലുന്നതും ഭക്ഷണം കഴിക്കാനിരിക്കുന്നതും അമ്മ ഭക്ഷണം കൊണ്ട് വെക്കുന്നതൊക്കെ ആ പാറ്റേൺ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്, ഇപ്പോഴും അത് അങ്ങനെ തന്നെ പോകുന്നു. ഏറ്റവും രസം ഹരിവർത്തനം പറയുമ്പോഴാണ്, ലോകത്തുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ അവനറിയാം. അവൻ പ്രത്യേകിച്ച് യാത്രകൾ ഇത്ര കിലോമീറ്റർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. ഞാൻ പിന്നെ പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ പറയുമ്പോഴേ ഇത് കാണുന്ന ആളുകൾ ഒരു പക്ഷേ പുസ്തകം വായിച്ചവരായിക്കൊള്ളുന്നില്ല, അപ്പൊ അവർക്കൊരു കൺഫ്യൂഷൻ വേണ്ടാന്ന് ഓർത്തിട്ട്. പക്ഷെ ഞാൻ ഇത് പറയുമ്പോ എനിക്കത് റിലേറ്റബിൾ ആണ്, അങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. ഞാൻ വീണ്ടും യാത്രയിലേക്ക് തന്നെ വരാം. ഈ അടുത്ത കാലത്ത് എവിടെ പോയത്? റീസെന്റ് എവിടെ പോയത്? കുംഭമേളയ്ക്ക് പോയി വന്നതിന് ശേഷം പോയല്ലോ. ഞങ്ങളിപ്പോ ഉസ്ബെക്കിസ്ഥാനൊക്കെ പോയി വന്നിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ പോയിരുന്നു.
അമ്മയ്ക്ക് ഇപ്പൊ ഈ ചെറിയ ഊട്ടി, മൂന്നാർ ഇതൊന്നും ഒരു യാത്രയെ കൂട്ടണില്ല ആള്. അമ്മയ്ക്ക് വലുത് നോർത്ത് ഇന്ത്യ ഒന്നെങ്കിൽ ഹിമാലയം വേണം, അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ പോകണം. എന്നാലും അപ്പൊ അതൊരു യാത്രയെന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അമ്മ പോയതില് ആ. ഇതിന് ശരത്ത് ഉത്തരം പറയരുത്, ഇല്ല. അമ്മയോടാണ് ചോദിക്കുക. ഉത്തരം അമ്മ എനിക്കറിയാം. പോയതില് ഏറ്റവും കൂടുതൽ അമ്മ ആസ്വദിച്ചതും ഇഷ്ടപ്പെട്ടതും, ചിലപ്പോൾ നമ്മൾ ആസ്വദിച്ച യാത്ര ആയിരിക്കില്ല നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാനുണ്ടാവുന്നത്. ഇത് ഏതാണ്, ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ എനിക്ക് യാത്രയാണ്? ഏറ്റവും ഇഷ്ടമായത് ലഡാക്ക്. യാത്ര ഇഷ്ടമായത് ഞങ്ങളുടെ മനാലി യാത്രയാണ്. ആ. പക്ഷെ ലഡാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു, ഇവരൊക്കെ 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്, എന്തിനാണ് ആ ഇത്രയ്ക്കധികം പോണേന്ന് ഞാൻ അപ്പോൾ വിചാരിക്കാറുണ്ട്. പോയി കണ്ടപ്പോഴാണ് അതിൻ്റെ രസം അറിഞ്ഞത്. നമ്മളല്ലാതെയാവും ഭയങ്കര ഫ്രീ ആണ് ലഡാക്കിൽ പോയാൽ. അത്ര സന്തോഷം എവിടെയില്ല. ഇന്ന് എനിക്ക് എവിടെ പോകണം എന്ന് രണ്ടാമതും ചോദിച്ച ഒരു ഉത്തരേ ഉള്ളൂ, ലഡാക്ക്. പ്ലാൻ ഉണ്ടോ? കൊണ്ടുപോകാലോ, ലഡാക്കിൽ പോകാൻ ഇപ്പൊ എന്താ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുറച്ചും കൂടെ സൗകര്യം കൂടി സൗകര്യം കൂടി. ഇപ്പൊ ഈസിയാ. നാളെ പോണോ, നാളെ പോവാം, അത്രേ ഉള്ള ബുദ്ധിമുട്ട്. അല്ല അങ്ങനെയല്ല, ഞാനൊരു പ്രാസം പറഞ്ഞതാ. അമ്മ റെഡിയായി നാളെ പോവാൻ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മളിങ്ങനെ ആദ്യം ഈ പുസ്തകത്തിൽ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയതാണ്, അമ്മ ഈ വടക്കുന്നാഥന്റെ അടുത്ത് ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് അതിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കുന്നാഥൻ ഇവിടെ ഉള്ളപ്പോ വടക്കുന്നാഥനെ കാണാം, അല്ലാത്തപ്പോ പല സ്ഥലങ്ങളിൽ പോവാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? വടക്കുന്നാഥൻ കൂടെ പോന്നു. അത് ഇപ്പോ കൈലാസ, ഞങ്ങളൊരു യാത്ര പോയി കൈലാസ്. അത് എന്റെ വടക്കുന്നാഥനെ കാണാൻ പോലെ തന്നെയാണ് അവിടെ പോയി കണ്ടപ്പോഴും. അപ്പൊ മൂപ്പരെന്റെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ കുംഭമേള സമയത്തുള്ള ഒരു കുംഭമേള? ഞാൻ ആദ്യം പോയപ്പോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആദർശ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പോയത്. പക്ഷെ ആദ്യം ഞാൻ അമ്മ എത്ര തിരക്കിന്റെ ഇടയിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളൊക്കെ ഒരു ഭയങ്കര കൺഫ്യൂഷൻ വന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ എല്ലാം സിസ്റ്റമാറ്റിക് ആയിരുന്നു, എല്ലാം കറക്റ്റ് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു. ഞാനും മറ്റേ അമൃതാനന്ദമയ ആശ്രമത്തിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അമ്മോട് പറഞ്ഞു, കേറിക്കോ, പോരെ, ഒന്നും ആലോചിക്കണ്ടെന്ന് പറഞ്ഞു, പോന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഇതേപോലെ വേറെ എന്റെ ഒരു ഫ്രണ്ട് കൂട്ടിച്ചേർത്ത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനും അമ്മയും കൂടി ഫ്ലൈറ്റ് കയറി നേരെ അങ്ങോട്ട് പോകും. അവിടേക്ക് വരികയാണ് ചെയ്തത്. ഒരുമിച്ചല്ല പോയത്? ഒരുമിച്ചല്ല പോയെ. ഞാൻ ആദ്യം പോയപ്പോ ഇത്രയും തിരക്കിന്റെ ഇടയിലേക്ക് കൊണ്ടുപോയാൽ പെടുവോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്കും. അങ്ങനെ എന്താ പറയാ, അവിടെ വിളിച്ചു പറഞ്ഞുള്ള ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബ്ലൈൻഡ് ആയിട്ട് പോയതാ. അവിടെ എത്തിയപ്പോ എല്ലാം കിട്ടി, എല്ലാം കറക്റ്റ് കിട്ടി. ഒരു പോലീസുകാരനെ കിട്ടി, ആശ്രമം കിട്ടി, എല്ലാം കറക്റ്റ് കിട്ടി. അപ്പൊ തന്നെ നമ്മളെ പറഞ്ഞു, കേറിക്കോ. മുംബൈയിലേക്ക് പോകാൻ വേണ്ടിട്ട് ശരത്തിന് അമ്മയുടെ അടുത്ത് നുണ പറയേണ്ടി വന്നു പോകാൻ വേണ്ടിട്ട്. പക്ഷെ പിന്നീട് മുംബൈക്ക് ശേഷം ഒരു യാത്ര എന്നുള്ളത് വീട്ടിൽ മുംബൈ പോണ വരെ ടിപ്പിക്കൽ മല്ലു മദറായിരുന്നു അമ്മ. ഇപ്പൊ ഒരു ഡ്രഗ് ഹോളിക് എന്നൊക്കെ പറയണ പോലെ ട്രാവൽ ഹോളിക്കായി മാറി. അതായത് ഇപ്പൊ യാത്ര ചെയ്തില്ലെങ്കിൽ വയ്യാണ്ടേ ആവണു, ഇപ്പൊ യാത്ര ചെയ്തില്ലെങ്കിൽ ഡിപ്രഷൻ വരുന്നു, യാത്ര ചെയ്തില്ലെങ്കിൽ സ്ട്രെസ് വരുന്നു അമ്മയ്ക്ക്. അപ്പൊ എങ്ങടെങ്കിലും ഒരു പെട്ടി എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ സെറ്റ്, അടിപൊളി, കൂൾ. നമ്മള് പറയില്ലേ, ചെയ്ത് മൂത്ത് ഭ്രാന്തായിന്ന് പറയില്ലേ, അതന്നെ. അത് ഇത്ര കാലം ചെയ്യാതിരുന്നിട്ടേ, ലൈക്ക് ഒരു 56-ലാണ് ഞങ്ങൾ ആദ്യം ഈ ബോംബെ യാത്ര പോകുന്നത്. അമ്മ 56 വയസ്സായിരുന്നു. അപ്പം അന്നിങ്ങനെ ആ യാത്ര തുടർന്ന് അവിടുന്ന് ഷിർദി പോയി, ഞങ്ങൾ ത്രയംബക് പോയി, അവിടുന്ന് കൈലാസ്നാഥ ടെമ്പിള്, അജന്ത എല്ലോറിന്റെ നാസിക്കില് ആ കൊത്തുപണി കണ്ട്. അമ്മ അതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്ട്രക്ചർ തെക്കേ ഗോപുര വടക്കുന്നാഥന്റെ. അതാണ് ഏറ്റവും വലിയ കൊത്തുപണി കണ്ടിട്ടുള്ളത്. പക്ഷെ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. അതിനടിക്കാൻ ആരുമില്ല, അത് പോട്ടെ, അതല്ല. ബട്ട് സ്റ്റിൽ അജന്ത എല്ലോടെ ആ കൊത്തുപണികൾ കണ്ടിട്ട് എന്റെ ഒരു പിക്ചർ, ഇപ്പോഴും ഒരു പിക്ചർ ഉണ്ട് എന്റെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആ ഒരു വാവ് ഫാക്ടർ. അതിന്റെ ഒരു ഫസ്റ്റ് വ്യൂല ഹിറ്റ് നമുക്ക് അടിക്കുമ്പോഴേ അമ്മ എനിക്ക് തോന്നുന്നു താജ്മഹൽ കണ്ടിട്ട് പോലും അങ്ങനെ ഞെട്ടിയിട്ടില്ല. താജ്മഹൽ ആ മുമ്പ് കാണുന്ന ഒരു കാഴ്ച തന്നെ താജ്മഹലിന് എനിക്ക് തോന്നുള്ളൂ. അജന്ത കണ്ടാലും തീരാത്ത കാഴ്ച. അവിടെ വെച്ചാണ് ആക്ച്വലി അമ്മ ഇങ്ങനെ പറയാണ്, ഇനി എനിക്ക് ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണണം, എനിക്ക് ഇനിയും കാണണം, ഇതൊന്നും ഞാൻ കണ്ടേനില്ല, അല്ലെങ്കിൽ ആരും നോണ പറഞ്ഞില്ലെങ്കിൽ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് കൂടുതൽ കാണാനുള്ള കൗതുകം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അല്ലെ. കണ്ടു തുടങ്ങിയപ്പോ കൂടുതൽ കാണണം എന്നുള്ള, ഇതിനേക്കാൾ മികച്ചതുണ്ടോ എന്നുള്ള ഒരു സെർച്ചിങ് ആയി. പിന്നെ ഞാനിങ്ങനെ പണ്ട് തൊട്ട് ചെറുപ്പത്തില് പേപ്പറിലുള്ള യാത്രകൾ മുഴുവൻ വെട്ടിവെക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ തൃശ്ശൂർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഐശ്വര്യയുടെയും വെട്ടിവെക്കുമ്പോ ഇവിടെ പേപ്പറുകളെ വെട്ടിവെക്കുന്നത്. അപ്പൊ എനിക്ക് ഇന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായിട്ട് എന്താ പറയാ, ഞാൻ പറയാറുള്ള സ്ഥലം കംബോഡിയ.
കംബോഡിയയിലെ ആ ക്ഷേത്രം എനിക്കൊന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം. ഇന്നുവരെ പോയിട്ടില്ല കേട്ടോ. പോയിട്ടില്ല ഇതൊരു താക്കീതാണ്, ഇതൊരു സൂചന കൂടിയാണ്. പോയിട്ടില്ല. എന്റെ മോഹങ്ങളിൽ ഏറ്റവും വലുത് അവിടെ കിടക്കാണ്. എന്റെ ചോദ്യമായിരുന്നു അത്, ഇനി എവിടേക്കാ പോകാൻ ആഗ്രഹം. ഞാൻ തൃപ്തിയാണ്, ഇന്ന് വരെ ഞാൻ തൃപ്തിയാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരുപാട് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മള് എന്റെ സ്വാർത്ഥതയായിരിക്കും അത്, എനിക്ക് ഇവിടെയൊക്കെ കൊണ്ടുപോകണം, എന്റെ സ്ഥലത്തൊക്കെ എനിക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുറെ സ്പേസുകളുണ്ട്. അതിനും ഞാൻ പോയി കഴിഞ്ഞു, എല്ലാം പോയി. അതിനധികമുണ്ട്. അതും കിടന്നു. പിന്നെ മനുഷ്യന്മാരില്ല, ആക്രാന്തം കൂടുമല്ലോ, ഗ്രീഡ് ഉണ്ടല്ലോ നമുക്ക്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പോയി തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ പോകണം എന്നുള്ള ഒരു താല്പര്യം വരുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ അതില് ഭാഗ്യം ചെയ്ത ആളുകളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇത്രയൊന്നും ഞാൻ കാണുന്നു വിചാരിച്ചിട്ട് ഇതെനിക്ക് ഭയങ്കര മഹാഭാഗ്യം തന്നെയാണ്. അതെ. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ശരത്ത് എന്ന് മുതലാണ് എഴുതുന്ന കാര്യങ്ങള് കുറിച്ച് വെക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക്, എനിക്ക് എഴുതി തുടങ്ങാം ഈ യാത്രകളുടെ സാധനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്? ഞാൻ ശരത്തിൻ്റെ അത് കൂടുതൽ കണ്ടിട്ടുള്ളത് റീൽസ് ആണ്. കാരണം ഇപ്പോഴത്തെ പുതിയ ആളുകളൊക്കെ കൂടുതൽ കാണുന്ന ശരത്തിനെ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ എഴുത്ത് യാത്ര എന്ന് പറയും, റീൽസിന് കണ്ടിട്ടുണ്ട് എന്ന് പറയും. ഞാൻ ഫോളോവേഴ്സിനൊക്കെ നോക്കി ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പം ആ ഒരു തലമുറയെ, ഇപ്പോഴത്തെ ആളുകളെ ഒരു ട്രെൻഡായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പുസ്തകമാക്കാം അല്ലെങ്കിൽ പുസ്തകത്തിലേക്ക് വരാം എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഏത് സമയം മുതലാണ്? കൊറോണ സമയത്ത് ഞാൻ ചെയ്തു വെച്ചതാ. അന്ന് എഴുതി 252 പേജ് തീർത്ത് വെച്ചതാ കൊറോണ സമയത്ത്. കാരണം അന്ന് നമുക്ക് വേറെ പണിയില്ല, എങ്ങോട്ടും പോവാനില്ല, ഒന്നും ചെയ്യാനില്ല. അന്ന് കംപ്ലീറ്റ് വീട്ടിലായിരുന്ന ആ ഒരു ഗ്യാപ്പിൽ തീർത്ത് വെച്ചതാ. പിന്നെ ഇങ്ങനെ 2022 ആയപ്പോൾ പബ്ലിഷ് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അതും ആമുഖത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്നുള്ളത്. അങ്ങനെ 2023 ആയപ്പോൾ വേണ, അത് മോശമാവോ, ചിലപ്പോൾ ആൾക്കാരത് ഉൾക്കൊള്ളൂ. ബേസിക്കലി ഈ MK രാമചന്ദ്രൻ എന്നുള്ള ടൈറ്റിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കണ കാരണം എല്ലാവർക്കും അതുപോലെ തന്നെ വേണമല്ലോ. ഫോർ എക്സാമ്പിൾ സച്ചിന്റെ മോൻ സച്ചിന്റെ പോലെ കളിക്കണം, അല്ലെങ്കിൽ അമിതാഭ് ബച്ചന്റെ മോൻ അമിതാഭ് ബച്ചന്റെ പോലെ ആയില്ലെങ്കിൽ ഫെയിലിയർ ആയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ മകനും ആയില്ലെങ്കിൽ ഫെയിലിയർ ആയി. അപ്പൊ എന്റെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു ശുദ്ധി ഇല്ല, ശ്രദ്ധിച്ചാൽ അറിയാം. ലിറ്ററേച്ചർ ഇല്ല, ഒരു കോമൺ മാൻ ലാംഗ്വേജ്. അങ്ങനെയല്ല. ശരത്തിന് എന്താ പ്രശ്നം അറിയോ? ശരത്ത് ചിന്തിക്കുന്ന, ശരത്ത് കമ്പയർ ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലൂടെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതിന്റെ പ്രശ്നമാണ്. ഇപ്പം അച്ഛൻ എഴുതിയതുപോലെ ശരത്ത് എഴുതേണ്ട കാര്യമില്ല, അത് അച്ഛൻ എഴുതി കഴിഞ്ഞല്ലോ. ശരത്ത് അങ്ങനെ എടുത്തു വെച്ച് ഈ 5 കൊല്ലം ഞാൻ കളഞ്ഞു. ലൈക്ക് 2020 മുതൽ 2025 ഏപ്രിൽ 26 ഞാൻ റിലീസ് ചെയ്യുന്നത്, ഏപ്രിൽ 26. അപ്പോൾ അതുവരെ ഞാനിങ്ങനെ എടുത്തു വെച്ചു. ഒരു കഴിഞ്ഞ കൊല്ലം കറന്റ് ബുക്സിന്റെ തോമസ് പറഞ്ഞു, ചേട്ടാ അത് ഞങ്ങൾക്ക് ചെയ്യാം, ഇറ്റ്സ് നൈസ്, നല്ലതായിട്ടുണ്ട്, ചേട്ടൻ അച്ഛനായിട്ട് ഇതേപോലെ തന്നെ, അച്ഛൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യണ്ട, അത് വേറെയാ, അത് ചേട്ടന് പറ്റില്ല, അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, ദിസ് ഇസ് നൈസ്, ഇത് കൊള്ളാവുന്ന, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച എൻ്റെ ബുക്ക് ഒരു പബ്ലിഷർ എടുക്കാൻ മാത്രമൊക്കെ ഉണ്ടോ? ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, കറന്റ് ബുക്സ് MTDയും MK രാമേന്ദ്രന്റെ ഒക്കെ പുസ്തകം ചെയ്ത ആൾക്കാർ ശരത് കൃഷ്ണന്റെ എടുക്കുന്നു. അപ്പൊ ഐ ടു ഫെൽറ്റ് ആ ഒരു ഗുഡ് തിങ്. പിന്നെ അഗെയിൻ മധു എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട് ഈ കറന്റ് ബുക്സിലെ, പുള്ളിക്കാരൻ MTDയും ഇവരുടെയൊക്കെ റൈറ്റിങ്സ് പ്രൂഫ് റീഡ് ചെയ്തിരുന്ന ആളാ. അദ്ദേഹം വന്ന് നമ്മുടെ വായിച്ച് എൻ്റെ ഒപ്പം ഇരുന്ന് വായിച്ചു പ്രൂഫ് റീഡിങ്ങിൽ. ഈ കുത്തുകോമ തെറ്റുകളൊക്കെ ഉണ്ടോന്ന് നോക്കുന്നൊരു പുള്ളിയാണ്. അപ്പൊ പുള്ളി ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, എടാ അത് കൊള്ളാം, നീ ടെൻഷൻ അടിക്കാൻ മാത്രമുള്ള ഒന്നുമില്ല, ഇത് നന്നായിട്ടുണ്ട്, ഇത് അവര് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊരു കുഴപ്പമില്ല, തെറ്റില്ല അല്ലെ, എന്നാ പിന്നെ ചെയ്തേക്കാം. മുൻപ് എഴുതാറുണ്ടായിരുന്നു? ഇല്ല. ഞാൻ അങ്ങനെ ഒരു അതായത് ശ്രദ്ധിച്ചറിയാം, എനിക്ക് അങ്ങനെ ഒരു ലിറ്ററേച്ചർ ലാംഗ്വേജ് ഇല്ല, സാൻസ്ക്രിറ്റ് ഇല്ല, സ്പിരിച്വാലിറ്റി ഇല്ല. ഇതിലാകെ ഉള്ളത് തുടക്കം മുതൽ അവസാനം വരെ അമ്മ നിൽക്കുന്നുണ്ട്. ഏത് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ ലാസ്റ്റ് പേജ്. അത് മാത്രമേ ഇതിന്റെ ഒരു ബ്യൂട്ടി. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു അമ്മയും മകനും എന്നുള്ളൊരു കോമ്പിനേഷനിലെ ബുക്സ് ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റഫ്ലി അന്വേഷിച്ചിരുന്നു. അതുകൊണ്ട് 1 reason I thought will do എന്നുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു മാർക്കിട്ട് വെച്ച് പോണ്ടേ, എന്തെങ്കിലും ഒന്ന് വേണ്ട, എൻ്റെ ഒരു കയ്യൊപ്പം എവിടെയെങ്കിലും വേണമല്ലോ. ഇങ്ങനെ ഒരാള് ജീവിച്ചിരുന്നിരുന്നു എന്ന് പറയണ്ടേ കുറച്ചു കാലം കഴിയുമ്പോ. പുസ്തകം എഴുതാന്നുള്ളൊരു കൺസെപ്റ്റ് അമ്മയോട് എപ്പോഴാണ് പങ്കുവെക്കുന്നത്? കൊറോണ സമയത്ത് തന്നെ. ആ സമയത്ത് തന്നെ അപ്പൊ മുതൽ ഒരു പുസ്തകമാക്കിയേക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് പോയത്. ഇപ്പൊ എന്റെ അടുത്ത് റീസെന്റ് തോമസ് ഈ കറന്റ് ബുക്സിന്റെ പയ്യന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു 6 months അടുത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ടെൻഷനായി പോയി എനിക്ക്.
അതായത് ഇപ്പൊ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ആയി. അവരെൻ്റെ അടുത്ത് 6 months നെക്സ്റ്റ് മന്ത് തരാൻ പറഞ്ഞേക്കുക. ആക്ച്വലി എനിക്ക് സെക്കൻഡ് വൺ എൻ്റെ കംപ്ലീറ്റ് സ്കെൽട്ടൻ എൻ്റെ ഉണ്ട്, പക്ഷെ വരുന്നില്ല. ഇല്ല, സാധനം കയ്യിലില്ലാണ്ട് നമുക്ക് കുറച്ചും കൂടി പോവാം. ഇല്ല, സാധനം ഇഷ്ടം പോലെ എൻ്റെ കയ്യിലുണ്ട്. സാധനം ഇഷ്ടം ഓവർലോഡാ. ആക്ച്വലി ഇതിലൊരു 4 chapter ഞാൻ കുറച്ചു, 4 chapter ആഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വൺ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, കൈലാസ് മാനസറോവർ ഞാൻ 2 ഫേസിൽ പോയിട്ടുണ്ട്. ഞാനും ഹരിയുമായി പോയിട്ടുണ്ട് ഇൻ 2013. അത് കഴിഞ്ഞ് 2018 ജൂണിൽ ഞാനും അമ്മയും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ ഈ കൈലാസ് മാനസറോവർ എനിക്ക് ശരിക്കും 2 dimensionൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഇസ് നൈസ് ആക്ച്വലി, നല്ലതാ. പക്ഷെ അന്ന് നമ്മളൊരു ഭയങ്കര ഫ്രീ ടൈമിലും ഭയങ്കര ഹാപ്പി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കല്ലേ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാനില്ലല്ലോ. അതുകൊണ്ട് അന്ന് അങ്ങനെ പറ്റി, ഇന്ന് അങ്ങനെ പറ്റുന്നില്ല എന്നൊരു സംശയം എനിക്ക്. ഈ ഒരേ സ്ഥലം ഇപ്പൊ കൈലാസത്തിന്റെ കാര്യം മാറ്റി നിർത്തിയാല് ഇപ്പം ശരത്ത് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നുണ്ടാവുക. ശരത്ത് കാണുന്ന പെർസ്പെക്റ്റീവ് ആയിരിക്കില്ല പക്ഷെ അമ്മയ്ക്ക് ഉണ്ടാവുക. ചില കാര്യങ്ങളിൽ അത് അമ്മയ്ക്ക് ഉണ്ടാവുന്ന പെർസ്പെക്റ്റീവ് ആവില്ല ശരത്തിന് ഉണ്ടാവുക. അങ്ങനെ വ്യത്യാസം തോന്നിയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ അനുഭവത്തില്? ഞങ്ങൾ രണ്ടാളും കാശി നന്നായി പെർസ്പെക്റ്റീവ് ഉള്ളൂ. എനിക്ക് ഇങ്ങനെ ചിരിക്കണ കാണണം. എനിക്ക് വേറൊരു കാരണം ഞാൻ മുമ്പ് പോയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ വീണ്ടും അമ്മയെ കൊണ്ടുപോകുന്നത്. ഒരുപാട് തവണ പോയിട്ടുള്ളായിരിക്കും അല്ലേ, ഈ പറഞ്ഞ പോലെ 6 തവണ പോയിട്ട് 7ാമത്തെ തവണ ഞാൻ അമ്മയെ കൊണ്ടുപോകുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ ട്രാക്കും പോണ്ട വഴിയും ഇടവഴിയും കട്ടും ഗല്ലിയും ജില്ലയും ഒക്കെ എനിക്ക് കറക്റ്റ് അറിയാം. അതിൽ എനിക്ക് ഏറ്റവും ഫണ്ണിയസ്റ്റ്, ഞാൻ എപ്പോഴും എല്ലാ സ്റ്റേജുകളിലും പറയുന്നത്, ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടികളുടെ അടുത്ത് വർത്താനം പറയുന്നത്, അതായത് ഞാൻ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ മിററിൽ ഇങ്ങനെ ഞാൻ സ്ലോ സ്പീഡിലാണ്, ഈ ഹിമാലയാസ് നമ്മൾ ഈ ഹെയർ പിന്നിലൊക്കെ പോകുമ്പോൾ വളരെ സ്ലോ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ബൈക്ക് ഇങ്ങനെ ബുള്ളറ്റ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ആ മിററിൽ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ആട്ടി ഹിന്ദി സിനിമയിലെ പോലെ ഷീസ് കമ്മിങ് ഡൗൺ ടു 18 അല്ലെങ്കിൽ 16 എന്ന് പറയില്ലേ. അപ്പൊ ആ എൻജോയ്മെന്റ് ഇല്ലേ, അല്ലാണ്ട് എനിക്കിപ്പോൾ അതിലെന്താ എൻജോയ്മെന്റ് ഇല്ല. ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള സ്ഥലം, ഞാൻ മുമ്പ് എത്രയോ തവണ ബൈക്കും കാറും ലോറിയും ബസ്സും എല്ലാത്തിലും പോയിട്ടുണ്ട്. ഞാൻ ലേ റൂട്ടിൽ, ലേ ടു ലഡാക്ക്, മണാലി ടു ലേ റൂട്ടിൽ ഞാൻ എല്ലാ മെത്തേഡും യൂസ് ചെയ്തിട്ടുണ്ട്, പല ടൈപ്പും. ഈവൻ ഒരു ടൈമിൽ സൈക്കിൾ വരെ ആലോചിച്ചു, പക്ഷെ ചെയ്തില്ല. കാരണം ആ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ശ്വാസം കിട്ടാണ്ട് ചത്തുകൊണ്ടായിരുന്നു സൈക്കിൾ ഞാൻ പിടിച്ചില്ല. ബാക്കിയൊക്കെ ഞാൻ 2 ടൈപ്പ് ഓഫ് ബൈക്സ്, അണ്ടർ പവേർഡും ഹൈ പവേർഡും 2 കാറ്റഗറി എല്ലാം ഓടിച്ചതാ. അപ്പൊ എനിക്ക് ആ റൂട്ട് എനിക്ക് കാണാൻ പാടാ. അപ്പൊ അമ്മ അങ്ങനെ ഈ ബാക്കിൽ അങ്ങനെ ഹിന്ദി സിനിമയിലെ പോലെ ഇങ്ങനെ കയ്യിരുന്ന് കാണുന്നു, ഐസ് കാണുമ്പോൾ വാരി കഴിക്കുന്നു. സാധാരണ മക്കളല്ലേ പറയാം മതി കയറ്, അമ്മമാരല്ലേ പറയാം മതി കയറ്, ഇനി ഐസിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രോസ് ബൈറ്റ് വരും അല്ലെങ്കിൽ കാല് തരിക്കും എന്നൊക്കെ പറയാം. ഞാൻ അത് പറഞ്ഞിട്ടും കേൾക്കണില്ല, ഐസ് കയറി വരുന്നില്ല. സാരി കിടന്ന് ഐസിൽ കിടന്ന് ഉരുളണു, ഐസ് എടുത്ത് ഞാൻ നല്ല പട്ടി മൂത്ര ഐസുണ്ടാവും, ഐസ് ഇങ്ങനെ വാരിയിട്ട് ഇങ്ങനെ കഴിക്കണേ. ആദ്യം പോയി നോക്കൂട്ടോ, ആദ്യമായിട്ട് നമ്മൾ ഐസ് കാണുമ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കും. നമ്മൾ ഫ്രിഡ്ജ് വനന്നെ കളിയൊക്കെ ഫ്രിഡ്ജിൽ മാത്രം. ഞാൻ പണ്ടത്തെ ഹിന്ദി സിനിമയില് രാഖി കിടന്നുരുളുന്നത് ഇതൊക്കെയാണ് അതാ ഞാൻ പറഞ്ഞ ഈ മോഷൻ അതാണ് ആ ബാക്കിലിരുന്നിട്ട്. ഒരു സീസൺ ആയിട്ടുണ്ടെങ്കിൽ ഈ കാശ്മീരിലെ ആളുകൾ പോകുമ്പോഴേ സോനമാർഗ് എന്നുള്ള ഡാൻസ്, കാരണം അവിടെ തൊപ്പി ഡ്രസ് അതൊരു അവിടെ പോയാൽ ഇത് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലുള്ള കുറെ വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത്. അതുപോലെ പഴയ സിനിമയിൽ നിന്നുള്ള ഒരു അത് നമുക്കൊരു പ്രചോദനമാണല്ലോ. നമ്മളെ ഞാൻ 77 ആ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഹിന്ദി സിനിമകള് അങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് ഈ ഐസ് എങ്ങനെയുണ്ട് കണ്ടിട്ടില്ലേ നമ്മൾ എവിടെ ഇവിടെ. അപ്പൊ ഞാൻ കുറച്ച് കഴിച്ചു നോക്കി, വെള്ളം പോലെ. പക്ഷെ ഈ കാണുമ്പോഴൊക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ് ഈ യാത്രയുടെ ഒരു പ്ലേസിന് ഇമ്പോർട്ടൻസ് ഇല്ല എനിക്ക്. എന്റെ ഒരു ഹാപ്പിനെസ് ആ സ്മൈല് കണ്ടുപിടിക്കാൻ ഒരുമിച്ച് പോകുന്നതിനേക്കാൾ കൂടുതൽ. അപ്പം ശരത്ത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തെ അത്യാവശ്യം യാത്രയായിരുന്നു. അച്ഛനൊരു നല്ല യാത്രികനായിരുന്നു, യാത്ര കുറിച്ചു വയ്ക്കുന്ന ആളായിരുന്നു. അച്ഛന്റെ കൂടെ ഇതേപോലെ ദൂരസ്ഥലങ്ങളിലൂടെ അങ്ങനത്തെ ഹൈ റേഞ്ച് അച്ഛൻ്റെ ഒപ്പം പിടിക്കാൻ പറ്റില്ല. കാരണം അച്ഛൻ കൈലാസ് മാനസറോവർ പോയിട്ടുള്ള 290 കിലോമീറ്റർ നടന്നിട്ടാ. നമ്മൾ മറ്റേ ഹെലികോപ്റ്ററിൽ നേരെ മാനസറോവറിൽ ചെന്നിറങ്ങിയിട്ട് റെഡ് കാർപ്പറ്റ് ഇട്ട് നിന്നവരുടെ നേരെ നടന്ന് മാനസറോവറിൽ പോയി കുളിച്ചു. 52 കിലോമീറ്റർ നടന്നാൽ മതി പരിക്രമ. 52 കിലോമീറ്റർ ഏത് മൗണ്ട് കൈലാസിന്റെ പരിക്രമ 52 കിലോമീറ്റർ ഉള്ളൂ. ഇപ്പൊ അതും കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അച്ഛൻ പോണത് ട്രഡീഷണൽ ഇന്ത്യൻ റൂട്ടിൽ കൂടെ പോണ റൂട്ടാ. അതിൽ കൂടെ ഒരിക്കലും പെട്ടിയിൽ തിരിച്ചു വരേണ്ടി വരും നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ. അല്ലെ, പണ്ടത്തെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണല്ലോ, ഒരാള് കാശിക്ക് പോവാ പറഞ്ഞു വെച്ചാല് തിരിച്ചു വരില്ല. കാശിയില് പോവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന്റെ അങ്ങേ അറ്റത്താണ് കാശിക്ക് പോകണത്.
തിരിച്ചു വന്നാ ഭാഗ്യം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നുമില്ല ഒന്നുമില്ല. ആ കൾച്ചർ വാരണാസിയൊക്കെ വെരി ഈസി. 3 ദിവസം ഉണ്ടെങ്കിൽ പോയി വരാം. രാവിലെ ഫ്ലൈറ്റ് എടുത്തു, നേരെ വാരണാസി ഒന്ന് ലാൻഡ് ചെയ്തു, ഉച്ചയ്ക്ക് തൊഴുതു, രാത്രി ഗംഗാരതി കണ്ടു, പിറ്റേ ദിവസം ഒരു 4 സ്പോട്ട് 2 സാരി മേടിക്കുക, പിറ്റേ ദിവസം ഫ്ലൈറ്റിൽ തിരിച്ചു വരാം. വെരി ഈസി. ഒരിക്കലും അങ്ങനെ പോരാൻ പറ്റില്ല കേട്ടോ. നമുക്ക് രാത്രിയുള്ള കാഴ്ച, അപാര കാഴ്ച. വാരണാസിയില് രാത്രി ഗംഗ സൈഡിൽ ഒരിക്കലും മടുക്കാത്തൊരു സ്ഥലം. ഈ തീർത്ഥാടനത്തിന്റെ ഇതല്ലാത്ത യാത്ര, ഇപ്പം നേരത്തെ പറഞ്ഞു ലേ ലഡാക്ക് പറഞ്ഞു, ലേ ലഡാക്ക് അല്ലാത്ത, ലേ ലഡാക്ക് പറഞ്ഞു കഴിഞ്ഞു, അതിനി നമ്മൾ എടുക്കില്ല, അതിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവും തോന്നുന്നില്ല. അപ്പം അതല്ലാതെ ഈ തീർത്ഥാടനത്തിന് പുറത്തുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്ത് പോയിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണ്? ആക്ച്വലി ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഈ അമ്പലം റിലേറ്റഡ് പോകുന്നു, അമ്പലം റിലേറ്റഡ് സ്റ്റോറീസ് കാണുന്ന കാരണം എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര അയ്യോ പാവം വേണ്ട, അയ്യോ പാവട്ട ഫുൾ ടൈം അമ്പലത്തിലാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്നെ പോലെ ഒരു നോട്ടിയസ്റ്റ് വൺ ഇല്ല. കാരണം ഞങ്ങൾ അമ്പലത്തിൽ കയറി കഴിഞ്ഞ് വീട്ടിൽ റൂമിൽ വന്ന് ഡ്രസ്സ് മാറി നേരെ പോകുന്നത് ക്ലബിലേക്കാ. ഞങ്ങൾ നേരെ പോകുന്നത് ക്ലബിലേക്കാ. അപ്പൊ വി ഹാവ് ദ 2 ഡൈമെൻഷൻ. അതായത് സ്പിരിച്വാലിറ്റി ഉണ്ടോ? ഉണ്ട്, ഞങ്ങൾ അവിടെ പോകുന്നുണ്ട്. സ്പിരിച്വലി മാത്രം പോയിട്ട് ഒരാൾ നന്നാവണമെന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ 2 ഫേസും, നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ പല പല കാര്യങ്ങളും പല ആൾക്കാരും പല സംസ്കാരങ്ങളും കണ്ടാ നമ്മൾ പോകുന്നത് അല്ലേ. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ, ഫുഡ്, ആൾക്കാര്, നല്ലതും ഉണ്ടാവും പൊട്ടയുണ്ടാവും. പൊട്ടയുണ്ടെങ്കിൽ അതിനെ കാണാതെ നടന്നു പോവുക. ഞാൻ എപ്പോഴും ഇങ്ങനെ പലരും ചോദിക്കാറില്ല, അമ്മയെ കൊണ്ട് പോകുമ്പോൾ സേഫ് ആണോ, അല്ലെങ്കിൽ ഇത്രയും റിസ്കി അഡ്വഞ്ചർ ട്രാവൽസ് പോകുമ്പോൾ. ബേസിക്കലി എല്ലാ യാത്രയും സേഫാണ്. പക്ഷെ എവിടെ അത് സേഫ് ആവാതിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ അതിൽ പോയി എത്തിച്ചു നോക്കി അതിൽ പോയി ഇടപെടുമ്പോഴാണ്. അത് ഇടപെടാതിരുന്നാൽ മതി. നമ്മൾ വാരണാസിയില് ഗംഗാരതി കഴിഞ്ഞ് പാതിരാത്രി കാട്ടിലിരിക്കുമ്പോൾ അവിടെ നമ്മൾ കാണാൻ പാടില്ലാത്തത് നടക്കുന്നുണ്ട്. അത് കാണാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ അത് പോയി കണ്ട് അതിലിടപെട്ട് ആ പ്രശ്നം ആയാലാണ് അത് സേഫ് അല്ലാതെ ആണ്. അത് അവിടെ എന്തെങ്കിലും നമ്മുടെ കാര്യമില്ല. നമ്മുടെ കാര്യം എന്താ? കാശി വിശ്വനാഥ് അത് കാണാൻ തിരിച്ചു പോവുക. അല്ല, നമ്മളവിടെ അതിൽ പോയി ഉൾപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. അതായത് ബേസിക്കലി ക്ലബിൽ പോയത് ഞങ്ങള്, അതായത് സോമനാഥ് ജ്യോതിർലിംഗം കഴിഞ്ഞ് അവിടുത്തെ പ്രാർത്ഥനയും തൊഴിലും പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങള് ഒരു ക്ലബില് ചെല്ലുക. ക്ലബില് പോയി നിൽക്കുമ്പോ ന്യൂ ഇയറാ. അപ്പൊ അമ്മ ചേച്ചി വിളിച്ചപ്പോ അമ്മ പറഞ്ഞു, നീ വെക്കടേ, ഞാൻ ക്ലബിലാ, പിന്നെ സംസാരിക്കാന്ന്. വല്ലപ്പോഴും കിട്ടുന്നതല്ലേ. അപ്പൊ വി എൻജോയ് ഇൻ ഓൾ മീൻസ്. അല്ലാണ്ട് സ്പിരിച്വലി മാത്രം അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് മാത്രം അങ്ങനെ ഇല്ല. എനിക്ക് എല്ലാ ഇതിലും പോകാൻ ഇഷ്ടമാണ്. എനിക്ക് പണ്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കൈലാസ് മാൻസറോർ പോയി, ഇനി ജെറുസലേം പോകണം, പറ്റും മക്കയിലും കൂടി പോകണം. ഇപ്പൊ അവിടെ പുറത്തുനിന്ന് കേട്ടുന്നുണ്ട്, നോൺ മുസ്ലിംസിനെ കേട്ടുന്നുണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ പോവാം. അതായത് സ്പിരിച്വാലിറ്റി അല്ല അങ്ങനെയില്ല. ഇന്ത്യക്കകത്തുള്ള യാത്രയെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഇത്രയും സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞത്. പുറത്തു പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? പുറത്തു പോയത് അധികം ഇല്ല എണ്ണാൻ ശരിക്കും. ഞങ്ങൾ ഇൻസൈഡ് ഇന്ത്യ, നമ്മൾ കംബോഡിയ പോവല്ലോ. എനിക്ക് പുറത്തൊരു മകളുണ്ട്, എന്റെ നൈല. അവളുടെ അടുത്ത് പോവാന്ന് പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ബന്ധമില്ല, ഞങ്ങള് ഫ്രണ്ട്സാണ്. പക്ഷെ എല്ലാവരും വിചാരം അമ്മയാന്നാ. അമ്മ നൈലയുടെ അമ്മ ഉഷ, ഇതെന്റെ അമ്മ ഗീത. എനിക്ക് അവള് മകള് പറഞ്ഞു. അത് ഈ ജോലയും ചായയുള്ള കാരണേ എല്ലാവരും വിചാരം നൈലയുടെ അമ്മയാന്നാ. ഫോട്ടോസിലും എപ്പോഴും ഉണ്ടല്ലോ കാണുന്നുണ്ട്. ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു, പറയാലോ. പിന്നീട് നമ്മളൊരു കോമൺ സുഹൃത്തിനടുത്ത് ചോദിച്ചപ്പോഴാണ് അല്ല അവര് ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിൽ. ഈ ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളതാണ് നേരം തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ശരത്തിന്റെ സുഹൃത്തുക്കളൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. ഇതേപോലെ മറ്റു 2 പേരുടെ സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ. അപ്പം അവരൊക്കെ സൗഹൃദ വലയത്തിലുള്ളപ്പം പ്രായം ഇങ്ങനെ റിവേഴ്സ് ഗിയറിലാണ് എന്നുള്ളൊരു തോന്നല് കൂടുതലാണ്. വയസ്സായത് ഓർക്കണില്ല. ശബരിമലക്കൊക്കെ പോയപ്പോളേ അമ്മ ഗിയർ കുറയ്ക്കണില്ല, എങ്ങനെ കേറി പോവാ, ഞാൻ ശ്വാസം മുട്ട് താഴെ നിന്നിട്ട്. അടുത്ത പ്ലാൻ എങ്ങോട്ടാ? അങ്ങനെ ഒരു പ്ലാൻഡ് യാത്ര ആക്ച്വലി ഞങ്ങളുടെ ആകെ കൈലാസ് മാൻസറോർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നാളെ വന്നു വീഴുന്നു, ഒരു ഉറക്കം മിനിറ്റ് സ്വപ്നം കാണുമ്പോ നേരെ വാരണാസി പോകുന്നു, നേരെ ലഡാക്ക് പോകുന്നു, അങ്ങനത്തെയാ. അപ്പൊ ഒരു പ്ലാൻഡ് എന്ന് പറയാൻ ആക്ച്വലി അങ്ങനെ ഇല്ല. ഒരു നമ്മൾ പറയില്ല അടുത്ത മാസം ഇത്രാം തീയതി നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് പോകും, അത് പൊളിഞ്ഞു പോകും. അപ്പൊ സാധാരണ ഞാൻ പ്ലാൻ ചെയ്യാറില്ല.
എന്തെങ്കിലും പക്ഷെ അമ്മ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല ഇല്ല അല്ലേ? എന്ന് പറയണു വന്നത് ആ ബാഗ് എടുക്ക പോവും അത്ര തന്നെ എന്റെ എപ്പോ ചോദിച്ചാലും ഞാൻ ഫുൾ റെഡിയാണ്. സെറ്റ്, ഒരു ബാഗ് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും. തുറക്ക പോലും വേണ്ട, അതിനുള്ള എല്ലാം പ്രീസെറ്റ് ഉണ്ട്. ready. അതൊരു വലിയ ഭാഗ്യമാണ്. അതിനേക്കാളും ഒരു എന്താ ഭയങ്കര പറയാ, മഹാഭാഗ്യല്ലേ ഇങ്ങനെ ഒരു അനുഗ്രഹം മകനെ എന്ന് കിട്ടിയത്. പറയാം. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റണ്ടല്ലോ. അതിന് ഇപ്പം നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ മാത്രം യാത്ര നടക്കില്ല, നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നടക്കില്ല. ഇങ്ങനെ ഒരു മകനെ കിട്ടണം. അത് വേണം. അതാണ് അധികാർക്കും ആണോ? കിട്ടാത്തത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മളതിൽ ഉണ്ടാവും, പക്ഷെ ഇത് കിട്ടാറില്ല. ഒരു എന്നാലും ആശാ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ആ right. ഓർമ്മയുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരിക്കൽ ഗുരുവായൂർ വെച്ച് കണ്ടപ്പോ എനിക്ക് അതൊന്നൊരു ആമുഖാക്കി മേടിച്ച് എഴുതണം എന്നുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞതാ, ഒരു അമ്മയ്ക്ക് മകനില്ല എന്നുള്ള സങ്കടം തോന്നുന്നത് തന്നെ കാണുമ്പോഴാണ്. എന്റെ ദൈവമേ, ഒരു ഹാർഡ് കോർ ഡയലോഗായി പോയത്. എന്തായാലും ഇനി ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ. ആ യാത്രകളൊക്കെ എഴുതി ഞങ്ങൾക്ക് വായിക്കാനും കൂടെ പറ്റട്ടെ എന്ന് റീൽസ് ഇട്ടാ പോലെ അല്ലേ? അതിന് റീൽസിന്റെ പ്രശ്നം എന്താ ഒരു ലിമിറ്റ് ഉണ്ട്. ശരിയാ, ട്രെൻഡിയാണ്. ആ ഉണ്ട്, സമയം കഴിഞ്ഞു പോയി. അത്രേ ഇത് ഉള്ളൂ. അക്ഷരമാണ്, ഇതെന്നും അക്ഷരമില്ല അതിന്. അത് എല്ലാ കാലത്തേക്കും ഉണ്ടാവും. ഇനിയിപ്പോ ഏതൊരു കാലത്തേക്കും ഈ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള പുസ്തകങ്ങളും കൂടെ വരട്ടെ, അതൊക്കെ വായിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ളത് കൂടി ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു.